പ്രിയ പ്രേക്ഷകരെ തിരികെ സ്വാഗതം. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ ആക്രമിച്ച അഷ്കർ എന്ന കൊടും ക്രിമിനലിനെ നേരത്തെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നത് പ്രേക്ഷകർ കണ്ടു. അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനെയും അഷ്കർ അതിക്രൂരമായി ഉപദ്രവിക്കുകയും കൊല്ലാൻ വരെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തല ചുമരിൽ പിടിച്ചിടിപ്പിക്കുകയും 2 ചെവിയും അടച്ചു മർദ്ദിക്കുകയും ചെയ്തു. നിർബന്ധിച്ച് വിഷം കഴിപ്പിച്ചു. അബോധാവസ്ഥയിലിരിക്കെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. അഷ്കറിന്റെ മർദ്ദനമേറ്റ ആമിന് 18-ാം വയസ്സിൽ കോമാവസ്ഥയിലെത്തി. 2 വർഷമായി ചികിത്സയിലാണ് ആ യുവതി. അമിനയുടെ അമ്മയ്ക്കൊപ്പം റഹീസ് റഷീദ് ചേരുകയാണ്. റഹീസ്, സമാനതകളില്ലാത്ത ക്രൂരതകൾ എല്ലാ കാലങ്ങളിലും നടത്തിയിരുന്ന ഒരാൾ അയാളുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ എന്ത് ചെയ്യുമോ അതാണ് ചെയ്തത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആമിനയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്? മധു, ആമിനയുടെ ഉമ്മ ശൈലയാണ് നമുക്കൊപ്പം ഉള്ളത്. അവരുടെ ചിത്രങ്ങൾ കണ്ടിട്ട് ഈ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ക്രൂരതയ്ക്ക്, ആക്രമണത്തിന് ഇരയായതായാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാ ചെയ്തേ? മോളെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കുമായിരുന്നു, ബാക്ക് സൈഡ് ചെവിട്ടത്തടിക്കുമായിരുന്നു, വയറ്റിൽ ചവിട്ടുമായിരുന്നു. ഇതെല്ലാം ചെയ്യിക്കുന്നത് അവന്റെ ഉമ്മയും സഹോദരിയും 3 പേരും കൂടെ ചേർന്നാണ്. കൊച്ചിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനമായിരുന്നു. കൊച്ചു മരണശയ്യയിൽ കിടക്കുമ്പോഴാണ് അവളെ വാപ്പ ചെന്ന് മോളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവനെ അന്നും മോളെ വീട്ടിൽ കൊണ്ടുവരുന്നതിന്റെ അന്നും മൂക്കിലടിച്ച് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെരുന്നാളിന്റെ പിറ്റന്നായിരുന്നു, 2024 ആ കൊച്ചു പെരുന്നാളിനായിരുന്നു. അതിന്റെ 2 ദിവസത്തേക്ക് മുമ്പ് മോള് എന്റെ വീട്ടിൽ വന്ന് മോളെ ഇവിടെ നില്ലെന്ന് പറഞ്ഞപ്പോ മോള് പറഞ്ഞ് ഞാൻ ചെന്നില്ലെങ്കിൽ ഉമ്മച്ചി എന്നെ അടിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വരട്ട്, അപ്പോഴും നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. കൊച്ചു പേടിച്ച് ചാവിയെല്ലാം കൊച്ചിന്റെ കയ്യിലായിരുന്നു. അതെല്ലാം കൊണ്ട് മോള് പോയി. പിന്നെ മോളെ ഒരു വിവരവും അറിയാനില്ല, അവള് ഫോൺ വിളിക്കുന്നില്ല. അങ്ങനെ ഇവളെ വിവരമൊന്നും അറിയാനില്ലാത്തത് കൊണ്ട് വാപ്പ വെളുപ്പിനെ കൊച്ചു പെരുന്നാളിന്റെ പിറ്റന്ന് വെളുപ്പിനെ 6 മണിക്ക് മോള് പ്രത്യേകമാണ് താമസിക്കുന്ന വാടക വീട്ടിൽ എന്റെ കൊച്ചിനെ ഒറ്റയ്ക്ക് 2 നില വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിപ്പിച്ചിട്ട് അയൽവക്കക്കാരുമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കൂല, കൊച്ചിനെ പഠിക്കാൻ വിടൂല, കൊച്ചിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗാർഹികമായിട്ടും ഭയങ്കരമായ പീഡനമായിരുന്നു. എന്റെ കൊച്ചിന് അത്രയ്ക്ക് ഒരു അവശതയായിരുന്നു. കാരണം ഞങ്ങള് കല്യാണം കഴിച്ച് കൊടുക്കാൻ ഇരുന്നത് ശരിയാണ്, പക്ഷെ അവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അവനെ കണ്ട നാൾ തൊട്ടേ ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കൂലെന്നും പറഞ്ഞ് അവന്റെ അവിടെ സ്ഥലത്ത് പനവൂരി ചെന്ന് തിരക്കപ്പോഴല്ല ഇവരെ കുറിച്ചൊരു നല്ല അഭിപ്രായമില്ല. എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു? ഒരുമിച്ച് ജീവിച്ച് 1.5 വർഷം ഒരുമിച്ച് ജീവിച്ചെങ്കിലും അതൊരു ജീവിതമല്ല. എന്റെ കൊച്ചിന്റെ ജീവിതത്തിന് ചവിട്ടി അരയ്ക്കുകയാണ് ചെയ്തത്, ജീവിതം തകർത്ത് കളയുകയാണ് ചെയ്തത്. എന്റെ മോളെ ഈ ആക്രമണത്തെ കുറിച്ച് മോള് പറഞ്ഞ് ചോദിക്കുമ്പം ഇവനെന്താ പറയുന്നേ? ഞാനൊന്നും ചെയ്തില്ല, ചുമ്മാ പറയണതാണ്. ഇവൻ എല്ലാരും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഭയങ്കര മിടുക്കുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവൻ പറയുന്ന വാക്കേ കേൾക്കുള്ളൂ. ഞാൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്ര തരത്തി പരാതി കൊടുത്തെന്നറിയാമോ? പോലീസുകാർ ആരും ഇവന്റെ പേരിൽ ഒരു കേസും എടുത്തിട്ടില്ല. അവര് വന്ന് പറഞ്ഞ് 2 വാക്ക് പറഞ്ഞ് അവനങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് പോലീസുകാർ ഞങ്ങളങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പല ആവർത്തി നെടുമങ്ങാട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ ഈ കൊച്ചിന്റെ ക്രൂരത കാരണം. എന്നിട്ട് അവര് ചെവിക്കൊണ്ടിട്ടില്ല പോലീസുകാർ. ലാസ്റ്റ് നിങ്ങൾ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വരുമായിരുന്നോ അതോ ആമിനെ ഇറങ്ങി വരുമായിരുന്നോ? മോക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും തള്ളയും മോനും സഹോദരിയും കൂടെ വലിച്ചഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് ക്ലോസറ്റിലിട്ട് വീണ്ടും തലയിട്ട് ഇടിച്ചെന്ന് കതവ് പൂട്ടിയിട്ടിരുന്ന്. അങ്ങനെ കൊച്ചിന് വല്ലാത്തൊരു സാഹചര്യമായി പോയി. കൊച്ച് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് രാവും പകലും. വെളുപ്പാങ്കാലത്താണ് ഇവൻ വരുന്നത്. ഇവൻ വണ്ടി ഓട്ടമെന്നും പറഞ്ഞ് കുറെ ഡാൻസുകാരികളുണ്ട് ഇവന്റെ കൂടെ പോണത്. അതിലൊരു ഡാൻസുകാരി എന്റെ മോള് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവള് വന്ന് ആദ്യം പരിസരമൊക്കെ നോക്കിയിട്ട് ഇവനെ പറഞ്ഞു വിട്ട്. അപ്പോഴ് ഞങ്ങള് 50,000 രൂപ അവന് കൊടുത്ത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങളെ കയ്യിൽ ഒരു 10 പൈസ ഇല്ല, നീ ആ പൈസ കൊണ്ടുതാന്ന് പറഞ്ഞു. ഞാൻ പൈസ കൊണ്ടു വന്ന് മാമി എന്നും പറഞ്ഞ് എന്നെ സന്തോഷത്തോടെ വിളിച്ചിട്ടാണ് എന്നെ അടിച്ച് എന്നെ ചെളിയിലിട്ട് വലിച്ചഴച്ച്. ആ കേസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഈ വ്യക്തി അഷ്കർ എന്നെ അടിച്ച് രാത്രി 7:30 മണിക്ക്. ഞാൻ എന്റെ മോളെ ബ്ലഡും കൊണ്ട് ബ്ലഡ് ബാങ്കിൽ പോവുകയായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട്. ആ സമയത്താണ് എന്നെ അടിച്ച് ചവിട്ടി തേച്ച്. പോലീസ് കണ്ട കാര്യമാണ് മെഡിക്കൽ കോളേജിനകത്തിരിക്കുന്നത്. എന്നിട്ടാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ഉമ്മ പോയി തുണിയെല്ലാം കഴുകിയിട്ട് പോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് മോൾ ഈ അവസ്ഥയായതുകൊണ്ട് നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. ഏത് സമയത്താ? ഏത് വർഷം? 24 തന്നെ, 2024. എന്റെ മോൻ മരിച്ചിട്ട് തുച്ഛമായ ദിവസമായിട്ടുള്ളായിരുന്നു. ആ ഒരു അവസ്ഥയും എന്റെ മോളവസ്ഥ ഞങ്ങൾ തകർന്നു പോയ നിമിഷമായിരുന്നില്ല. ഇന്നും ഞങ്ങളെ കണ്ണുനീര് തോരുന്നില്ല. എന്റെ മോളെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഇവളൊന്ന് നടന്നു കണ്ടാൽ മാത്രം മതി, ശരിക്കും സംസാരിക്കൂല. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്റെ മോള് സംസാരിക്കൂല, നടക്കൂല.
13 മാസം വരെ ഹോമോസ്റ്റേജ് ആയിരുന്നു. എന്ത് പറ്റിയെന്നാ ഡോക്ടർ പറഞ്ഞത്? പറഞ്ഞത് പിന്നെ സെറിബെല്ലത്തില് തലച്ചോറിനകത്ത് ഇത് രക്തം കട്ടിയായിട്ട് ഇത് ട്യൂമറായിട്ട് മാറിയതാണെന്ന് പറഞ്ഞ്. ഞാൻ എവിടെയെങ്കിലും വീഴ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ചോദിച്ച്. അപ്പോൾ ഈ മോള് ഞങ്ങളുടെ ഒന്നും പറഞ്ഞിട്ടില്ല.